നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിന്ദി അറിയാത്ത സ്റ്റാലിനെയും മന്ത്രി ബാലുവിനെയും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പരിഹസിച്ചതിനും മറുപടിയായി ബീഹാറികൾ തമിഴ്നാട്ടിൽ കക്കൂസ് കഴിയുകയാണ് ജീവിക്കുന്നതെന്ന വിവാദ പരാമർശവുമായി DMK നേതാവും MP-യുമായ ദയാനിധി മാരൻ രംഗത്തെത്തിയിരിക്കുന്നു. ഹിന്ദി മാത്രം അറിയാവുന്ന ബീഹാറികൾ തമിഴ്നാട്ടിൽ കെട്ടിട നിർമ്മാണ ജോലികൾ ചെയ്തും കക്കൂസ് കഴുകിയുമാണ് ജീവിക്കുന്നതെന്നായിരുന്നു മാരൻ്റെ പരാമർശം. ഇന്ത്യ മുന്നണിയിലെ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഭിന്നത ബീഹാർ തമിഴ്നാട് വഴക്കായി മാറുമെന്ന ഭീതി ശക്തമായി. ദയാനിധിയുടെ പ്രസ്താവനയ്ക്കെതിരെ ലാലു പ്രസാദ് യാദവിൻ്റെ RJD ശക്തമായ ഭാഷയിൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യ യോഗത്തിൽ നിതീഷ് കുമാർ സംസാരിച്ചതിന് പരിഭാഷ വേണമെന്ന സ്റ്റാലിൻ്റെയും മന്ത്രി ബാലുവിൻ്റെയും ആവശ്യത്തിന്മേലാണ് വഴക്കിന് തുടക്കം കുറിച്ചത്. പരിഭാഷ തരില്ലെന്നും വേണമെങ്കിൽ ഹിന്ദി പഠിക്കണമെന്നും നിതീഷ് കുമാർ തിരിച്ചടിച്ചു. എല്ലാവരും ഹിന്ദി പഠിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇന്ത്യ മുന്നണി എന്ന പേരിട്ടതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നുമായിരുന്നു നിതീഷിൻ്റെ പ്രസ്താവന. ഇതിനെതിരെ യോഗത്തിൽ DMK നേതാക്കൾ യാതൊന്നും പ്രതികരിച്ചിട്ടില്ല. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അടക്കം പരിഹാസം ശക്തമായതോടെയാണ് DMK നേതാക്കൾ നിതീഷിനെ ലക്ഷ്യമിട്ട് പ്രസ്താവനകൾ ഇറക്കി തുടങ്ങിയത്. ഇംഗ്ലീഷ് പഠിച്ചതുമൂലം തമിഴ്നാട്ടുകാർക്ക് IT മേഖലയിൽ അടക്കം നല്ല ജോലിയും ശമ്പളവും ലഭിക്കുന്നുണ്ട്. ഹിന്ദി എന്നാണ് അവർ പറയുന്നത്. ഹിന്ദി മാത്രം അറിയാവുന്നവർ തമിഴ്നാട്ടിൽ എത്തിച്ചെയ്യുന്ന പണി കെട്ടിടം പണിയും കക്കൂസ് കഴുകലും മാത്രമാണ്. ദയാനിധി മാരൻ പറയുന്നു. പ്രചരിക്കുന്നത് പഴയ വീഡിയോ ആണെന്നാണ് DMKയുടെ വിശദീകരണം. മറ്റ് സംസ്ഥാനങ്ങളിലെ നേതാക്കൾ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് ഒഴിവാക്കണമെന്ന് ബീഹാർ ഉപമുഖ്യമന്ത്രിയും RJD നേതാവുമായ തേജസ്വി യാദവ് പ്രതികരിച്ചു. ഈ രാജ്യം ഒന്നാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെ ബീഹാറികൾ ബഹുമാനിക്കുന്നതായും തിരിച്ചും അത് പ്രതീക്ഷിക്കുന്നതായിട്ടും ബീഹാർ ഉപമുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തെ വിഭജിക്കുന്ന തരത്തിലുള്ള ഭാഷയും വിഷയങ്ങളുമാണ് കോൺഗ്രസും DMKയും ഉണ്ടാക്കുന്നതെന്ന് ബീഹാറിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയും കുറ്റപ്പെടുത്തി. കോൺഗ്രസിനും രാഹുലിനും നിതീഷ് കുമാറിനും DMK നേതാവിൻ്റെ തന്നെ അഭിപ്രായമാണോ ബീഹാറിലെ ജനങ്ങളെ പറ്റിയെന്ന് വ്യക്തമാക്കണമെന്ന് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചുകൊണ്ട് BJP നേതാവ് അമിത് മാളവ്യ ചോദിച്ചു. സനാതനധർമ്മത്തെ ഇല്ലാതാക്കണമെന്ന ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസ്താവന വിവാദമായതിന് പിന്നാലെ ദയാനിധി മാരൻ്റെ ബീഹാർ വിരുദ്ധ പ്രസംഗം പുറത്തു വന്നത് ഇന്ത്യ മുന്നണിയിലെ ഭിന്നതകൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. DMKയുടെ രാജ്യവിരുദ്ധ പ്രസ്താവനകൾ കോൺഗ്രസിനെയാണ് ദേശീയ തലത്തിൽ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്.